കത്തോലിക്ക സഭ നാഗാലാൻഡിൽ താരതമ്യേന പുതിയ സഭയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നാഗ വാസ്തുവിൽ നിർമ്മിച്ച ഒരേയൊരു പള്ളി ഈ കത്തീഡ്രലാണ്. നാഗ പാരമ്പര്യത്തിലെ മൊറാങ്കുള്ള മാതൃകയിലാണ് ഈ കത്തീഡ്രൽ നിർമ്മിച്ചിരിക്കുന്നത്. കോഹിമ യുദ്ധത്തിൽ മരണമടഞ്ഞ ജപ്പാൻ സൈനികരുടെ ഓർമ്മയ്ക്ക് വേണ്ടി കത്തീഡ്രൽ നിർമ്മാണത്തിന് ജപ്പാനും സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. മലയാളിയായ ബിഷപ്പ് എബ്രഹാം ആലങ്കിമാറ്റമാണ് കത്തീഡ്രലിൻ്റെ നിർമ്മാണത്തിന് മുൻപിലുണ്ടായിരുന്നത്. പള്ളിയിലെ തോട്ടക്കാരൻ പറയുന്നത് ഇപ്പോഴും ഇവിടെ മലയാളികളുണ്ടെന്നാണ്. ജേക്കബ് ബിഷപ്പ് ഓർ പ്രീസ്റ്റ്? Priest, okay. Bishop is James. Okay. Our bishop. And priest is Jacob and George. മലയാളി എന്ന് പരിഗണന വെച്ച് ഇവിടുത്തെ ടവറിൽ കയറാനും എനിക്ക് സാധിച്ചു. Nazarenus crucifixus est, crucifixus est. ഇവിടെ നിന്ന് നോക്കിയാൽ കോഹിമ നഗരത്തിൻ്റെ ലോങ് വ്യൂ കാണാൻ സാധിക്കും. ആ ദൂരെ എവിടെയാണ് കോഹിമ വാർ സെമിട്രി ഉള്ളത്. പള്ളിയിലെ കുരിശും വാർ സെമിട്രിയിലെ കുരിശും നേർരേഖയിലാണെന്നാണ് ഈ പറയപ്പെടുന്നത്.